ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. 2021 സിട്രോയിൻ ഇന്ത്യയിൽ ആദ്യത്തെ വാഹനം ഇറക്കുന്നത്. അതിനുശേഷം പിന്നെ അവർ C3 ഇറക്കി, C3 എയർക്രോസ് ഇറക്കി. അതിനിടയ്ക്ക് ഈ C3 എന്ന് പറയുന്ന C3യുടെ ഇലക്ട്രിക് വേർഷൻ ഇറക്കിയായിരുന്നു. അങ്ങനെ ഇനി സിട്രോയിൻ ഇറക്കാൻ പോകുന്ന അവരുടെ 5ാമത്തെ മോഡലാണ് ഈ പുതിയ ഇപ്പോൾ അവർ കാണിച്ചിരിക്കുന്ന ബസാൾട്ട് വിഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വാഹനം. ഇത് സത്യം പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് വേർഷൻ ആണെങ്കിലും ഒരുപാട് പ്രൊഡക്ഷൻ സ്പെക്കുമായിട്ട് ക്ലോസ് ടു ആണ് നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാം. കാരണം വണ്ടിയുടെ ഡിസൈൻ കണ്ടാൽ ഏകദേശം C3 ലൈനപ്പിലുള്ള മറ്റ് വണ്ടികൾ പോലെയൊക്കെ തന്നെ ഉണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ ഡിസൈനിലേക്ക് വരാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയാനുള്ളത്, ഈ വാഹനം ഒരു കൂപ്പേ SUV ടൈപ്പ് ഡിസൈൻ ഫോർമാറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് SUVയുടെ പ്രാക്ടിക്കാലിറ്റി കിട്ടും, പക്ഷേ എന്നാൽ സെഡാൻ്റെ ലുക്കും കിട്ടും എന്നൊക്കെ പറയുന്ന പോലെ. ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ C3 എയർക്രോസുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉണ്ട് എന്ന് തീർച്ചയായും പറയും. കാരണം ഇതിൻ്റെ DRLs ആണെങ്കിലും അതുപോലെ മൊത്തത്തിലുള്ള ഗ്രില്ലിൻ്റെ പ്ലേസ്മെൻറ്റ്, പിന്നെ ബമ്പറിൻ്റെ ഡിസൈൻ, ഈ വക കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ എന്നാൽ ഇതിൻ്റെ അകത്ത് അവർ ഫൈനലി പ്രൊജക്ടർ LED ഹെഡ്ലാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന മോഡലിൽ LED ഹെഡ്ലാമ്പ്സ്, പ്രൊജക്ടർ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് DRLs അവൈലബിൾ ആണ്. DRLs ഒരു ഇത്തിരി കൂടെ സ്ലീക്ക് ആക്കി. എനിക്ക് C3 എയർക്രോസിൻ്റെ DRLs ഒരു ഇത്തിരി വലുതായിട്ട് തോന്നുമായിരുന്നു, പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, വളരെ സ്ലീക്കാണ്. പിന്നെ നടുവിൽ നോർമലിയുള്ള സിട്രോയിൻ്റെ ഒരു ഗ്രില്ലാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഫോഗ് ലാംപ്സ് ഉണ്ട്. ഫോഗ് ലാംപ്സ് പക്ഷേ നമ്മൾ C3 എയർക്രോസിൽ കണ്ട ആ സെയിം ഹാലജൻ ഫോഗ് ലാംപ്സിനാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, കാരണം ഫോഗ് ലാംപ്സ് ഫോഗിൽ കാണാൻ വേണ്ടിയാണല്ലോ ഉപയോഗിക്കുന്നത്. വെള്ള ഫോഗ് ലൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വെള്ള കളർ മാത്രമേ കാണുള്ളൂ, അല്ലാണ്ട് ഫോഗിൻ്റെ അകത്തൊന്നും പ്രത്യേകിച്ചൊന്നും കാണുമൊന്നുമില്ല. അപ്പോൾ അത് കുഴപ്പമില്ല. പിന്നെ താഴത്ത് നമുക്ക് സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഈ പ്രൊജക്ടർ ലൈറ്റ്സ് വന്നതിൻ്റെ അപ്ഗ്രേഡ് തന്നെയാണ്. കുറേ കാലമായിട്ട് ആൾക്കാർ ചോദിക്കുന്നതാണ്. C3 എയർക്രോസിൽ പോലും അവർ കൊടുത്തില്ല. ആൻഡ് ഫൈനലി ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോഴേക്കും അത് വന്നിട്ടുണ്ട്. പിന്നെ ഈ ബസാൾട്ട് എന്ന് പറയുന്ന പേര്, സിട്രോയിൻ ഇതുവരെ വണ്ടികൾ ഇറക്കിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ അവരുടെ പേര് C എന്ന് പറയുന്ന ഒരു പേരിലായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ഈ വാഹനത്തിൻ്റെ കേസിൽ അങ്ങനെ ആയിരിക്കില്ല. ഇതിൻ്റെ പേര് ഈ പറയുന്ന ബസാൾട്ട് എന്ന് തന്നെയായിരിക്കും. ശരിക്കും ലോഞ്ചിന് മുമ്പ് C3 X എന്നായിരിക്കും ഈ വാഹനത്തിൻ്റെ പേരെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ പറയാനുള്ള റീസൺ അവരുടെ ഗ്ലോബൽ വണ്ടികളാണ്. ഇപ്പോൾ നമുക്ക് പുറത്തൊക്കെ C4X ഒക്കെ അവൈലബിൾ ആണ്. അതായത് ഇതുപോലത്തെ ഒരു സെയിം ഡിസൈൻ ഫോർമാറ്റിൽ വരുന്ന വണ്ടികൾ തന്നെയാണത്. പക്ഷേ അതിൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെയിം പേര് വെച്ചാണ് അത് വരുന്നതെന്ന് മാത്രം. അതിൻ്റെ കൂടെ ഒരു X ഉണ്ടാവും സിട്രോയിൻ്റെ കൂപ്പേ വണ്ടികളിൽ. പക്ഷേ ഇന്ത്യയിൽ എന്തായാലും അവർ ആ മൊത്തത്തിലുള്ളൊരു സ്ട്രാറ്റജി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് പേരിടുന്ന പരിപാടി മാറ്റിയിട്ടുണ്ട്. ഇനി സൈഡ് പ്രൊഫൈലിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് C3 എയർക്രോസ് വെച്ച് നോക്കുമ്പം ഫ്രണ്ട് ടു പകുതി വരെ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തോന്നും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ നല്ല വ്യത്യാസമുണ്ട്. കാരണം ഫ്രണ്ടിലത്തെ ഡോറൊക്കെ സെയിം ആണെങ്കിലും ബാക്കിലേക്ക് വരുമ്പോഴേക്കും ഡോറിൻ്റെ സൈസ് കുറച്ച് ചെറുതാണ്. അതായത് ഒന്നാമത് വണ്ടിക്ക് ഹൈറ്റ് കുറവാണല്ലോ C3 എയർക്രോസ് വെച്ച് നോക്കുമ്പം. പിന്നെ സൈഡ് ബോഡി ക്ലാഡിംഗ് ഒക്കെ ഇവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, SUV കൂപ്പ എന്ന് പറയുമ്പം ആ ഒരു ഡിസൈൻ ഫോർമാറ്റ് ഏകദേശം പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. ആൻഡ് അലോയ് വീൽസ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഗൺമെറ്റൽ ഫിനിഷൊക്കെയുള്ള മൾട്ടി സ്പോക്ക് അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. സൈസ് അവർ മെൻഷൻ ചെയ്തിട്ടില്ല കോൺസെപ്റ്റ് ആയതുകൊണ്ട്. പക്ഷേ പ്രൊഡക്ഷൻ സ്പെക്കിലേക്ക് വരുമ്പം ഇത്രയും വലിയ അലോയ് വീൽസ് വരാനുള്ള ചാൻസ് കുറവാണ്. നമുക്ക് ഓൾറെഡി C3 എയർക്രോസിൽ 17 ഇഞ്ച് ഉണ്ട് എന്ന് വെച്ച് കൺസിഡർ ചെയ്യുമ്പം ഇതിൻ്റെ അകത്തും 17 ഇഞ്ച് സൈസ് വരാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് ഏറ്റവും നിരാശകരമായി തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരിപ്പോഴും ആ വൃത്തികെട്ട ചീപ്പ് ലുക്കിംഗ് ഡോർ ഹാൻഡിൽസ് മാറ്റിയിട്ടില്ല. C3 വണ്ടികളുടെ, അതായത് ആ ഒരു ലൈനപ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ഡോർ ഹാൻഡിൽസ്. അതവർ C3 ഹാച്ച് ബാക്കിൽ കൊടുക്കുമ്പോൾ ഓക്കെ, കാരണം പ്രൈസ് പോയിന്റ് കൂടെ നമ്മൾ നോക്കണമല്ലോ. പക്ഷേ C3 എയർക്രോസിലും അതുപോലെ ഈ വണ്ടിയിലും കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. നോർമൽ പണ്ടത്തെ ഫ്ലാപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ്, ഫുൾ ടൈപ്പ് ഡോർ ഹാൻഡിൽസ് അല്ല. ആൻഡ് അത് ഫീൽ ചെയ്യുന്നതും വളരെ ചീപ്പായിട്ടാണ്. അതൊന്നും മാറ്റിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ORVMs ഒക്കെ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെയാണ് സൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വരുന്നത്. അത് ഹാലജൻ ആണ് കേട്ടോ, അതിപ്പോഴും അവർ LED ആക്കിയിട്ടില്ല. ആൻഡ് ഇതിൻ്റെ ബാക്കിലത്തെ ആ ഒരു റൂഫ് ലൈൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, സ്ലോപ്പിംഗ് റൂഫ് ലൈൻ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു സെഡാൻ്റെ ഒക്കെ ലുക്ക് പോലെ ഇതിൻ്റെ അകത്ത് കിട്ടും. പിന്നെ ഡോറിൻ്റെ അവിടെ ഒരു ചെറിയ ബ്ലാക്ക് പോർഷൻ പോലെ കൊടുത്തിട്ടുണ്ട് C പില്ലറിലായിട്ട്. ഒരു ഡിസൈൻ ട്രീറ്റ്മെൻറ്റ് പോലെയാണ്. ക്വാർട്ടർ ഗ്ലാസ് ഒന്നും അല്ലാണ്ട് ഇതിന് വേറെ ഇല്ല. പക്ഷേ ആ ഒരു ഡിസൈൻ ട്രീറ്റ്മെൻറ്റ് കാണാൻ രസമുണ്ട് C പില്ലറിലേക്ക് വരുമ്പോഴേക്കും. ആൻഡ് റിയർ ഡിസൈൻ, റിയർ ആണ് നമുക്ക് ശരിക്കും C3 എയർക്രോസ് വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസമുള്ളത്. പേഴ്സണലി എനിക്ക് ഈ വാഹനത്തിൻ്റെ റിയർ ഡിസൈൻ അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവർ ഇതുവരെ ഇറക്കിയ വണ്ടികളിൽ വെച്ച് ഇന്ത്യയിൽ അത്യാവശ്യം നല്ലൊരു റിയർ ഡിസൈനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് ഈ വാഹനത്തിൻ്റെ ഡിസൈനാണ്. അത്യാവശ്യം നല്ല പ്രൊപ്പോർഷനേറ്റ് ആണ്. പിന്നെ ആ ടെയിലിൻ്റെ എൻ്റെ പൊസിഷനിലാണെങ്കിൽ പോലും സ്പോയിലർ പോലെ ചെറിയൊരു ബൾജും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടെയിൽ ലാംപ്സ് ആണെങ്കിലും C3 എയർക്രോസുമായിട്ട് കുറച്ചൊക്കെ സിമിലാരിറ്റി ഉണ്ട് ഡിസൈനിൽ. പക്ഷേ എന്നാൽ അത്രയും വലുതല്ല, ഭയങ്കര സ്ലീക്ക് ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് ആണ്. ആൻഡ് ഇതിനകത്ത് അവർ LED കൊടുക്കുമെന്ന് വിചാരിക്കാം. സത്യം പറഞ്ഞത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഹാലജൻ ആണോ LED ആണെന്ന്. ആൻഡ് അവരങ്ങനെ പ്രത്യേകിച്ച് ഒരു ബ്രീഫിംഗ് ഒന്നും തന്നിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും റിവീൽ ഇവൻ്റ് ഒന്നും അവർ നടത്തിയിട്ടില്ലായിരുന്നു യൂട്യൂബിലും കാര്യങ്ങളിലൊന്നും. അല്ലാണ്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം എന്നെ വിളിച്ചിട്ടില്ല. എനിവേ നമുക്ക്
താഴത്തെ സിൽവർ സ്കിറ്റ് പ്ലേറ്റ് ഒക്കെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഉണ്ട്. ആൻഡ് ബാക്കിൽ അവർ ബസാൾട്ട് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നടുവിൽ സിട്രോയിൻ്റെ ലോഗോ ഉണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഡ്യുവൽ ടോൺ റൂഫൊക്കെ ഇതിനകത്തുണ്ട്. ഈ വാഹനത്തിൻ്റെ റൂഫ് ബ്ലാക്ക് കളറാണ്. ആൻഡ് അവരിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ കോൺസെപ്റ്റ് മഞ്ഞ കളറിലാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വണ്ടി കാണാനും ഒരു ക്വർക്കി ലൈക്ക് ഡിസൈൻ ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ കോൺസെപ്റ്റിൽ ഇവർ കാണിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ശരിക്കും പ്രൊഡക്ഷൻ സ്പെക്ക് വണ്ടി വരുമ്പോഴും ഉണ്ടെങ്കിൽ കാണാൻ അത്യാവശ്യം നല്ല രസമുള്ളൊരു വാഹനമായിരിക്കും ഇത്. എന്തായാലും ബൂട്ട് സ്പേസിൻ്റെ കാര്യമൊന്നും അവരിപ്പോഴും പറഞ്ഞിട്ടില്ല. പിന്നെ SUV കൂപ്പേ എന്ന് പറയുമ്പം തീർച്ചയായും SUVയുടെ പ്രാക്ടിക്കാലിറ്റി നമുക്ക് ബൂട്ട് സ്പേസിൽ കിട്ടില്ല. കാരണം അത്രയും വലിയ ബൂട്ട് നമുക്ക് അതായത് മുകളിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ബാക്കിലത്തെ വിൻഷീൽഡ് തുറക്കുമോ എന്നുള്ള കാര്യത്തിലും എനിക്ക് ഈ വണ്ടി ഇവർ കാണിച്ചപ്പോൾ സംശയമുണ്ട്. പണ്ടത്തെ ഇപ്പോൾ നോച്ച് പാക്ക് ടൈപ്പിലുള്ള ഡിസൈനുള്ള വണ്ടികൾ എന്നൊക്കെ പറയുമ്പം ശരിക്കും നമ്മൾ ബൂട്ട് ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ കൂടെ ബാക്കിലത്തെ വിൻഷീൽഡും കൂടെ ലിഫ്റ്റ് ആവും. ഈ വണ്ടിയുടെ കേസിൽ ഇത് കണ്ടിട്ട് എനിക്ക് വിൻഷീൽഡ് ലിഫ്റ്റ് ആവും തോന്നുന്നില്ല. ജസ്റ്റ് ബൂട്ട് മാത്രമായിട്ടാണ് തോന്നുന്നത്. എനിവേ അത് നമുക്ക് നോക്കാം ശരിക്കുള്ള വണ്ടി വന്നു കഴിയുമ്പോൾ. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കോൺസെപ്റ്റ് ആയതുകൊണ്ട് അവർ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഇതുവരെ കാണിച്ചിട്ടില്ല. അത് ശരിക്കും C3 എയർക്രോസുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉണ്ടാവാനാണ് ചാൻസ്. അതായത് ഡാഷ്ബോർഡ് ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ചെറിയ വല്ല ട്വീക്കൊക്കെ AC വെൻറ്റിൻ്റെ ഡിസൈനിലോ അല്ലെങ്കിൽ വല്ല കളർ തീമിൻ്റെ കാര്യത്തിലോ ഒക്കെ അവർ കൊടുത്താലേ ഉള്ളൂ. പക്ഷേ എന്നാൽ ഇതിൻ്റെ അകത്തൊരു ഡിഫറൻസ് വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സിട്രോയിൻ അവരുടെ സ്ട്രാറ്റജി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇനീഷ്യലി അവർ ഈ ഒരു വാഹനത്തിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചതിലും കൂടുതൽ ഫീച്ചേഴ്സ് ശരിക്കും പ്രൊഡക്ഷൻ സ്പെക്ക് ഇറങ്ങുമ്പോഴേക്കും ഇതിനകത്ത് കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ C3 എയർക്രോസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇല്ല, ഓട്ടോ AC ഇല്ല, ക്രൂസ് കൺട്രോൾ ഇല്ല, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് മിസ്സിംഗ് ആയിരുന്നു. പക്ഷേ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോഴേക്കും ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്സ് അനുസരിച്ച് ഈ പറയുന്ന പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ക്രൂസ് കൺട്രോൾ, ഓട്ടോ AC, പിന്നെ കുറച്ച് സാധനങ്ങൾ അതായത് വയർലെസ് ചാർജർ, പിന്നെ ഞാൻ നേരത്തെ നമ്മൾ കണ്ടല്ലോ ഫ്രണ്ടിൽ LED പ്രൊജക്ടർ ലൈറ്റ്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും എന്നും പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് വരികയാണെങ്കിൽ തന്നെ അത്യാവശ്യം വണ്ടി ഒന്ന് ലോഡർ ആയേനെ. കാരണം ഈ ഫീച്ചേഴ്സൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മളൊരു സാധാരണ ഹാച്ച് ബാക്കിൽ വരെ കാണുന്നതാണ്. എന്നിട്ട് പോലും സിട്രോയിൻ അവരുടെ അത്യാവശ്യം 10 lakhs to 15 lakhs റേഞ്ചിൽ നിൽക്കുന്ന വണ്ടികളത് കൊടുത്തിരുന്നില്ല. എന്തായാലും ഫൈനലി അതൊക്കെ വരുന്നു. പിന്നെ ബാക്കി സാധനങ്ങൾ അതായത് ഇപ്പം സിട്രോയിൻ സ്ട്രാറ്റജി മാറ്റുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. അതിൽ ഫീച്ചേഴ്സിൻ്റെ കൂടെ അവർ പേരും കൂടെ മാറ്റി. ചിലപ്പോൾ അവർക്ക് തോന്നിക്കാണും C3X എന്ന് പറഞ്ഞ പേര് ഇന്ത്യയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവില്ല എന്ന്. പൊതുവേ ഇന്ത്യക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഒരു വണ്ടി എടുത്തിട്ട് അതിൻ്റെ പേരിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ബാക്കി ഇങ്ങനെ പേരുകൾ ഇട്ടുകൊണ്ടിരുന്നാൽ, അതായത് ഇപ്പം സിട്രോയിൻ ചെയ്ത പോലെ തന്നെ ആദ്യം C3 ഇറക്കി, പിന്നെ C3 എയർക്രോസ് ഇറക്കി, ഇനിയിപ്പോൾ C3X ഇറക്കി കഴിഞ്ഞാൽ അതിന് പൊതുവേ C3യുടെയും C3 എയർക്രോസിൻ്റെയും ഒരു ഫേറ്റ് വരും എന്നവർ വിചാരിച്ച് കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ പേരിൻ്റെ ഒരു പരിപാടി മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റിയത്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ലോഞ്ച്, ഇതിപ്പം സിട്രോയിൻ്റെ സ്ഥിരം പരിപാടി നിങ്ങൾക്കറിയാമല്ലോ. ആദ്യം വണ്ടി കാണിക്കും, പിന്നെ വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസ് പുറത്തു വിടും. അത് 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ വണ്ടി ഫുള്ള് കാണിക്കും, പിന്നെ ഒരു 3-4 മാസം കൊണ്ട് കഴിഞ്ഞ് വണ്ടി ലോഞ്ച് ചെയ്യും. അതായത് ഒരു വളരെ നീണ്ട പ്രൊസീജിയറാണ് വണ്ടി ഇറക്കുന്നത്. ഈ വണ്ടിയുടെ കേസിലും വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ അവർ ജസ്റ്റ് വണ്ടി അൺവെയിൽ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. എക്സ്റ്റീരിയർ മാത്രമേ നമുക്കിപ്പോൾ കാണാൻ പറ്റിയിട്ടുള്ളൂ. ഇനിയിപ്പം ഈ വർഷം പകുതി ആകുമ്പോഴേക്കും അവർ ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇൻറ്റീരിയറൊക്കെ മിക്കവാറും കാണിക്കുമായിരിക്കും. അത് കഴിഞ്ഞ് ഈ വർഷം അവസാനത്തോടു കൂടി മാത്രമേ ഈ വാഹനം നമുക്ക് റോഡിൽ കാണാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ വണ്ടി ഒഫീഷ്യലി അവർ ലോഞ്ച് ചെയ്യുള്ളൂ വിത്ത് പ്രൈസും സംഭവങ്ങളും ഒക്കെ. ഇത് സത്യം പറഞ്ഞ് ഇവർ ചെയ്യുന്നത് കുറച്ച് ഓവറാണ്. കാരണം നമ്മൾ വണ്ടി കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കാണാണ്ടാവുമ്പം, അതായത് ഒരു 5-6 മാസത്തേക്ക് പിന്നെ വണ്ടിയുടെ ഒരു വിവരമില്ല എന്നൊക്കെ പറയുമ്പം ആൾക്കാർ വിചാരിക്കുക വണ്ടി ഇറങ്ങി ഓൾറെഡി ഫ്ലോപ്പായി പോയെന്ന്. പക്ഷേ ശരിക്കും വണ്ടി ഇറങ്ങിയിട്ട് പോലും ഇല്ല. ഈ ഒരു ഗ്യാപ്പ് 2-3 മാസം വരെയൊക്കെ നമുക്ക് മാക്സിമം സഹിക്കാം. പക്ഷേ ഇവരുടെ ഈ പറയുന്ന ഗ്യാപ്പ് വളരെ കൂടുതലാണ്. അത് അവർ സത്യം പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട സമയമായി. ഇവർ ചിലപ്പം ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ആക്ച്വലി ഹൈപ്പ് അല്ല ക്രിയേറ്റ് ആവുന്നത്, ആൾക്കാർ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ടെക്നിക്കലി വേറെ വ്യത്യാസമൊന്നുമില്ല. C3 എയർക്രോസിൻ്റെ പ്ലാറ്റ്ഫോമാണ്. ആൻഡ് നമ്മുടെ എഞ്ചിൻ ആണെങ്കിൽ പോലും C3 എയർക്രോസിൽ വരുന്ന അതേ പ്യൂഷോയുടെ 1.2 ലിറ്റർ പ്യുർടെക് 110 എന്ന് പറയുന്ന ടർബോ പെട്രോൾ എഞ്ചിൻ 110 bhp ഉണ്ട്. മാനുവൽ ആണെങ്കിൽ 190 Nm ടോർക്കും, ഓട്ടോമാറ്റിക് ആണെങ്കിൽ 205 Nm ടോർക്കുമാണ് വരുന്നത്. പിന്നെ അവർ ഈ അടുത്ത് C3 എയർക്രോസിൽ ഓട്ടോമാറ്റിക് കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ തീർച്ചയായും ഈ വാഹനത്തിലും ലോഞ്ച് ടൈമിൽ തന്നെ ഓട്ടോമാറ്റിക് ഉണ്ടാവും. അവർ പണ്ട് കാണിച്ച കുറേ മണ്ടത്തരങ്ങളിലൊന്നാണ് ലോഞ്ച് ടൈമിൽ ഓട്ടോമാറ്റിക് കൊടുക്കാണ്ടിരിക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ സെഗ്മെൻറ്റിലുള്ള വണ്ടിയിൽ. ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുമ്പോഴേക്കും ആൾക്കാർ കൂടുതലും ഓട്ടോമാറ്റിക് തന്നെയായിരിക്കും പ്രിഫറും ചെയ്യുന്നത്. എന്തായാലും ഇതിൻ്റെ അകത്തും ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇവർ ഇനീഷ്യലി തന്നെ എല്ലാ സാധനങ്ങളും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇനീഷ്യലി എല്ലാം കൂടെ കൊടുത്തുകൊണ്ട് ഇവർ പണ്ടേ വണ്ടി ഇറക്കിയിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ 200-300 വണ്ടികൾ അവർക്കൊരു മാസം വിൽക്കേണ്ട അവസ്ഥ വരില്ലായിരിക്കാം ചിലപ്പം. എനിവേ നമുക്കിനിപ്പോൾ കാണാം ഈ വാഹനം ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്താണ് ഇതിന് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.